ഇത് റൂഹി മുഹസബ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിസ്ഥിതി പ്രവർത്തക. 6-ാം വയസ്സിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ മുഖ്യ ക്ഷണിതാവായി വിസ്മയം സൃഷ്ടിച്ചു ഈ കുരുന്ന്. സുസ്ഥിത ഭാവിക്കായുള്ള വിദ്യാഭ്യാസം എന്ന വിഷയത്തെ അധികരിച്ചുള്ള സെമിനാറിൽ തന്റെ പ്രഭാഷണം റൂഹി ഇങ്ങനെ തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കേരളത്തിലെ കോഴിക്കോട്ട് നിന്നാണ് ഞാൻ വരുന്നത്. She reminds us that we aren't just citizens of a country, but children of one Mother Earth. The earth does not belong to us. We belong to the earth. But today, she is wounded. Our Mother Earth is asking us for a little more care and learn more love. As a child, I wondered, if the earth gives us everything we need, how can we make sure we give our best back to her? When rivers are dirty, we become sick. When crops fail, families become poor. When the climate changes, the poorest suffer first. When nature suffers, humanity cannot survive. Education is not only in books. It is learning to care, learning to respect, and learning to protect. I love the story of the tiny little hummingbird. When the forest was on fire, she carried a tiny drop of water in a small beak. The big animals laughed at her. "What are you doing? You're so small, you can't make a difference." But she said, "I'm doing best I can." Today, I'm that hummingbird. I may be small, but I'm determined. Even with small wings, our hope has no limits. I'm not asking for perfection. I'm asking for responsibility. Please do not be the generation that has to explain to us why the birds disappeared or why the rivers dried up. Be the ones who choose to courage over convenience. ചടങ്ങിൽ വെച്ച് ഭൂട്ടാനിലെ വിദ്യാഭ്യാസ മന്ത്രി ഈസാങ് ഡി താപ്പ കുഞ്ഞു റൂഹിയെ ആദരിച്ചു. വിസ്മയത്തോടെ അവർ പറഞ്ഞു, "റൂഹി, ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിസ്ഥിതി പ്രവർത്തക ഇവളായിരിക്കും." സുന്ദർലാൽ ബഹുഗുണയുടെയും സുമേറ അബ്ദുൽ അലിയുടെയും മേധ പാട്കറുടെയും കിങ്ഗ്രി ദേവിയുടെയും പിൻഗാമിയായി ഒരു കൊച്ചു പരിസ്ഥിതി പ്രവർത്തക നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന്. മാവൂരിലെ ഗ്രാസിം ഫാക്ടറി പുറന്തള്ളിയ വിഷജലത്തിന്റെ ഇരകളായിരുന്നു വാഴക്കാട് ഗ്രാമനിവാസികൾ. വിഷജലം പകർന്നു തന്ന അർബുദത്തിന്റെ വേദനയിലും റയോൺസിനെതിരെ സമരം നയിച്ച പരിസ്ഥിതി പ്രവർത്തകൻ കെ.എ. റഹ്മാൻ. സമര തീജ്വാലയിൽ ഗ്രാസിം ഫാക്ടറി അടച്ചുപൂട്ടുമ്പോഴേക്കും റഹ്മാൻ ജീവന്റെ കൂടുവിട്ട് പറന്നിരുന്നു. പരിസ്ഥിതിക്കായി ജീവൻ നൽകി പോരാടിയ റഹ്മാന്റെ സ്മരണാർത്ഥമുള്ള പ്രഥമ അവാർഡും റൂഹി മുഹസബിന് തേടിയെത്തി. കുരുന്നിലെ തുടങ്ങിയതാണ് പ്രകൃതിയോടുള്ള കുഞ്ഞു റൂഹിയുടെ പ്രേമം. ആദ്യാക്ഷരത്തിന്റെ മധുരം നുകർന്ന് കിൻഡർ ഗാർഡനിലെത്തിയ കാലം. പുത്തൻ സ്ലേറ്റും പുസ്തകവുമായി സഹപാഠികൾ. പക്ഷേ റൂഹിയുടെ ബാഗിലെ പുസ്തകത്തിന് പുതുമണമുണ്ടായിരുന്നില്ല. റീസൈക്കിൾഡ് പേപ്പർ കൊണ്ട് നിർമ്മിച്ച ബുക്കുകളാണ് മാതാപിതാക്കളായ അബ്ദുൽ ഖനിയും ഡോക്ടർ അനീസ മുഹമ്മദും മകൾക്ക് വാങ്ങി നൽകിയത്. മറ്റു കുട്ടികളുടെ പുസ്തകങ്ങളുടെ ചന്തവും മണവും എന്തേ തന്റെ പുസ്തകത്തിനില്ല? റൂഹിയുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ ഉത്തരം നൽകി. നമ്മൾ എഴുതിയും വലിച്ചു കീറിയും കളയുന്ന ഓരോ തുണ്ട് കടലാസിനു പിന്നിലും ആയിരക്കണക്കിന് മരങ്ങളുടെ കണ്ണുനീരുണ്ട്. മരങ്ങൾ മുറിഞ്ഞു വീഴുന്നത് മുതൽ പൾപ്പ് രൂപപ്പെട്ട് കടലാസും അവിടെ നിന്ന് ബുക്കുകളുമൊക്കെയായി മാറുന്ന കഥ, ആഗോളതാപനത്തിൽ നീറുന്ന ഭൂഗോളത്തിന്റെ കഥ, അതെല്ലാം അവൾ കേട്ടു. അവിടെ നിന്നാണ് റൂഹി മുഹസബ് എന്ന പരിസ്ഥിതി പ്രവർത്തക പിറവികൊള്ളുന്നത്. കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിയായ റൂഹി പാറോപ്പടി കോമൺ ഗ്രൗണ്ട് ഇന്റർനാഷണൽ അക്കാദമിയിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. My name is Abdul Ghani. I am father of Ruhi Mozab. So she always keep asking questions, and we never neglected or we never avoid. Just she is being a child, and that has given us enormous confidence and courage to ask questions. So that's how this entire journey has begun. At the age of 5, she started questioning about the use of recycled paper in the passport. And that meant to next step of writing a letter to the Prime Minister at the age of 5.
Then at the age of 6, she is the world's youngest United Nations speaker. And when she spoke at United Nations as a father, that day made me so much proud when the entire that UN hall gave her a big round of applause. So as a father, I want her to be a good citizen of this country, and she being a proud change agent. And I feel one day she transform and she make the country proud. ഒരിക്കൽ ഡാഡിയുടെ പാസ്പോർട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെളുത്തു മിനുത്ത പേപ്പറുകൾ. ഇവ റീസൈക്കിൾഡ് പേപ്പറിലാക്കിയാൽ എത്ര മരങ്ങളെ സംരക്ഷിക്കാം. തന്റെ കുഞ്ഞു കൈപ്പടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇതര ലോകരാഷ്ട്രത്തലവന്മാർക്കും അവൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് കത്തെഴുതി. എന്റെ സ്ഥാപനത്തിൽ വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു 5 വയസ്സുകാരി റൂഹി മൊഹസബിനെ പറ്റിയാണ് ഞാനിവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. 12 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമായി നടത്തുന്ന ആർട്ട് ബീറ്റ് കാലിഗ്രാഫി എന്ന സ്ഥാപനം, എന്നാൽ ഒരു 5 വയസ്സുകാരിയെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തപ്പോൾ കേവലം കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അക്ഷരങ്ങളെ പ്രിന്റ് രൂപത്തിൽ എഴുതി എന്നെയും കുട്ടിയുടെ മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നൂതന ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലോക നേതാക്കൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമടക്കം സ്വന്തം കൈപ്പിടിയിൽ അതിമനോഹരമായി കത്തെഴുതി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ റൂഹിയെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഞാൻ സ്വയം അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. റൂഹി എന്ന പരിസ്ഥിതി പ്രവർത്തകയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നു. തൊട്ടു പിന്നാലെ വയനാടിനെ നടുക്കിയ പുത്തുമല ദുരന്തത്തിൽ തകർന്ന പ്രദേശങ്ങളിലേക്ക് റൂഹിയെത്തി. മണ്ണിടിച്ചിൽ തടയുന്നതിനായി ആൽ, നീർമരുത്, താന്നി എന്നീ വൃക്ഷങ്ങളുടെ തൈകൾ അവിടെ നട്ടു. ഞാൻ ഡോക്ടർ അനീസ മുഹമ്മദ്, റൂഹിയുടെ മദറാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അവളെ ഒരു എൻവയോൺമെന്റ് കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് വളർത്താൻ ശ്രമിച്ചത്. കുഞ്ഞായിരിക്കുമ്പം തന്നെ അവള് പേപ്പേഴ്സൊക്കെ വല്ലാതെ പിച്ചി കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ റീസൈക്കിൾഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് ആ സമയം കൊടുക്കുക. അപ്പം പിന്നെ ഒരു പ്രായമായപ്പോൾ ഒരു 5 വയസ്സൊക്കെ ആയപ്പോൾ അവള് ഏത് പേപ്പർ കാണുമ്പോഴും ഇത് റീസൈക്കിൾഡ് പേപ്പറാണോ അല്ലെങ്കിൽ മരം കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന പേപ്പറാണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പാസ്പോർട്ട്, ഹസ്ബൻഡ് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, അപ്പം കൂടുതൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റീസൈക്കിൾഡ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ പേപ്പേഴ്സ് ആണോ ഇതിൽ യൂസ് ചെയ്തതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞല്ല, ഇത് വെർജിൻ പേപ്പേഴ്സ് ആണ്, മരം കട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കുന്ന. അപ്പോൾ എന്തുകൊണ്ട് ഇത് പാസ്പോർട്ട് റീസൈക്കിൾഡ് പേപ്പർ കൊണ്ട് ചെയ്തുകൂടാ എന്ന് വെച്ചു. ആ സമയത്താണ് പ്രധാനമന്ത്രിക്കൊക്കെ അവള് സ്വന്തം തന്നെ അവളായിട്ട് തന്നെ ലെറ്റേഴ്സ് എഴുതിയത്. അതുപോലെ തന്നെ റൂഹിയുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം അറിഞ്ഞിട്ട് യുനെസ്കോ അവൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. യുണൈറ്റഡ് നേഷൻ ഏഷ്യ പസഫിക് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് യങ്ങസ്റ്റ് കീനോട്ട് സ്പീക്കർ ആയിരുന്നു റൂഹിയുടെ മെയിൻ എയിം 1 കോടി മരം നടുക എന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളായിട്ട് സ്കൂളുകൾ, ഇന്ത്യയിൽ കേരളം മുതൽ കാശ്മീർ വരെയുള്ള സ്കൂളുകളിൽ അതിൻ്റെ കീഴിൽ 1 കോടി മരങ്ങൾ, വൃക്ഷത്തൈകൾ കൊടുക്കുക, നടുക എന്നുള്ളതാണ് റൂഹിയുടെ മെയിൻ എയിം. സ്കൂൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ രാജ്യത്തെ ഹരിതാഭമാക്കുന്ന ട്രീ ബാങ്ക് നഴ്സറി പദ്ധതിയുമായാണ് റൂഹിയെ പിന്നീട് കാണുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുത്ത 10,000 സ്കൂളുകളിൽ ട്രീ ബാങ്ക് നഴ്സറി പദ്ധതി നടപ്പാക്കും. ഓരോ സ്കൂളിന്റെയും മേൽനോട്ടത്തിൽ 1000 വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് ലക്ഷ്യം. മോള് നട്ടിട്ടുള്ള ചെടികൾ വളരുകയും വളർന്ന് വലുതാകുകയും മരങ്ങളാവുകയും പുഷ്പിക്കുകയും കായ് ഉണ്ടാവുകയും പഴമാവുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് മോൾക്ക് പഠിക്കാനും പാടാനും വരയ്ക്കാനും ഒക്കെ കഴിയുകയും ചെയ്യുന്ന ഒരു കാലം മോൾക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ. അതിനാണ് ഭഗവാൻ മോളെ അനുഗ്രഹിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ അനുഗ്രഹം മോൾക്ക് കിട്ടും. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റൂഹി എന്ന ഈ കൊച്ചുമിടുക്കിയുടെ പരിസ്ഥിതി സ്നേഹം കേട്ടറിഞ്ഞ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനുമോദിക്കാൻ കോഴിക്കോട്ടെത്തി. റൂഹിയുടെ ട്രീ ബാങ്ക് നഴ്സറിയുടെ ഔപചാരിക ഉദ്ഘാടനവും അദ്ദേഹം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. No most important person on the dais, our guide,
philosopher and next generation's leader, Ruhi. In fact, what I felt after Ruhi's speech, nothing is to be discussed here now. What she has given us guidance and a message is how to work and where to work. That is what the message she has given from the story, the lesson she has told us. There is hardly anything to tell to you. The tree nursery itself is a different concept. I was fascinated when Dr. Abdul told me this, that something different is being done by us. I said, what is that different? He said, the tree nursery is a concept to be basically rooted into the schools, in the minds of the children, so that the families will be getting involved in it. That is the exact what the concept is. Kids like Ruhi, is going to do wonders. Is planting 1 crore of trees and make this world a better place. It's an incredible initiative by a 1-year-old or first standard student. And I'm sure it will inspire more and more students to come up in our lives. Good evening, everyone. My name is Rohi. I am studying in first standard at Komangal International Academy. Today, I am going to say a story of a brave little hummingbird. 3 വർഷം കൊണ്ട് റൂഹിയുടെ ട്രീ ബാങ്ക് നഴ്സറി പ്രവൃത്തി പഥത്തിലെത്തും. അപ്പോൾ 1 കോടി വൃക്ഷങ്ങൾ രാജ്യത്ത് തളിർത്തു തുടങ്ങും. അവയുടെ തണലിൽ സ്വച്ഛന്തതയിൽ വിശ്രമിക്കാം വരുന്നാളുകളിൽ.